ചാലിങ്ങൽ ഹോം ഗാർഡൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ പാലക്കാട് ഇന്നാണ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണൊരു മഴ കിട്ടിയത്. ആ മഴയിൽ അങ്ങനെ നിൽക്കുന്നുണ്ട് ജീനിയ, നിക്കോഡിയ, അഗ്ലോണിമ, ലില്ലി. ഇതൊക്കെ ഇങ്ങനെ ഇപ്പം നല്ലൊരു മഴ കിട്ടിയത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമുക്ക് മഴ കിട്ടിയത്. ഇതുവരെ എല്ലാവരുടെയും വെള്ളപ്പൊക്കത്തിൽ കിടക്കുമ്പോൾ നമ്മുടെ അവിടെ പാലക്കാട് ഈ ഭാഗങ്ങളിൽ മഴയേ ഉണ്ടായിരുന്നില്ല. ചന്ദ്രനഗർ, പാലക്കാട് അങ്ങനെയുള്ള ഭാഗങ്ങളിലൊന്നും മഴയേ ഉണ്ടായിരുന്നില്ല. ഇന്നൊക്കെയാണ് ഒരു മഴ. അതിൽ ഒരുപാട് ചെടികളൊക്കെ സന്തോഷത്തോടെ അത് ഉണങ്ങിയിരിക്കുകയാണ്. ലീഫൊക്കെ വെയിൽ കൊണ്ടിട്ടേ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോഴും നനച്ചു കൊടുക്കുകയായിരുന്നു. ഇന്നാണൊരു മഴ പെയ്തത്. അതിൻ്റെ സന്തോഷത്തിൽ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇത് സയാഗ്ര പാമാണ്. സയാഗ്ര പാം നല്ലൊരു ഇൻഡോർ പ്ലാന്റാണ് സയാഗ്ര. അത് നമുക്ക് വീടിനകത്ത് ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ഒരു കോർണറിൽ ഇങ്ങനെ ആയിട്ട് നമ്മളിങ്ങനെ കയറുന്ന ഭാഗങ്ങളിൽ ഇതുപോലെ വെള്ള പോട്ടിൽ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ വെച്ചാൽ നമുക്ക് സയാഗ്രാപ്പം അതിമനോഹരമായിട്ട് നമുക്ക് നല്ലൊരു ഇൻഡോർ പ്ലാന്റായിട്ട് നമുക്ക് വയ്ക്കാം. വെയിൽ വേണ്ട. അതിന് വെയിൽ വീഴുമ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ ഏകദേശം ചെടികളുടെയൊക്കെ ഇലകൾ ചുരുണ്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിതിന് ഒരു സെമി ഷെയ്ഡ് ചെറിയൊരു ചൂട് തട്ടിയാൽ മതി. ബാക്കി ഭാഗം മുഴുവൻ ഇൻഡോർ ആയിരിക്കണം. ഇതുപോലെ വെള്ള പോട്ടിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ട് നല്ല മനോഹരമായി രണ്ട് ഭാഗത്ത് നമ്മൾ കയറുന്നതിൻ്റെ രണ്ട് ഭാഗത്ത് വെച്ചാലും നല്ല ഭംഗിയായിട്ട് നമുക്കിതിന് നമ്മുടെ വീടിനെ അലങ്കരിക്കാൻ പറ്റും നല്ലൊരു പ്ലാന്റാണിത്. ഈ പാം സയാഗ്ര വയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് മണ്ണും മണലും കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് ചകിരിച്ചോറും മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ പ്ലാന്റ് വയ്ക്കുക. ഒരുപാട് വളം ഒന്നും കൊടുക്കേണ്ട. ഫസ്റ്റിലെ പോട്ടി മിക്സ് തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാനൊന്നും കൊടുത്തിട്ടില്ല. അതിന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ പാം വെറൈറ്റീസിന് അത് നമ്മുടെ ഉള്ളിൽ അങ്ങനെ കുറ്റി പോലെ ആയി നിൽക്കും. അല്ലെങ്കിൽ നമ്മൾ വളങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതങ്ങനെ വളർന്ന് നമുക്ക് ചട്ടി വെളിയിലേക്ക് മാറ്റേണ്ടി വരും. ഇതുപോലെ ഒരു കുഞ്ഞു തൈയാണ് ഞാനെടുത്ത് വച്ചതാണ്. ആ പ്ലാന്റാണ്. അപ്പോൾ ഇത് ഒന്നും ചെയ്യാണ്ടേ തന്നെയാണ് ഇത് ഇത്ര പൊക്കം വെച്ചിട്ടുള്ളത്. അത് നമ്മൾ വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ കുറേ കൂടി വലുതായി ഒരു മരമായി മാറും. കുറച്ചുകൂടി വലുതായി വരും. മരമായിട്ട് നമ്മൾ മണ്ണിലൊക്കെ നട്ടു കൊടുത്താൽ ശരിക്കൊരു ഏകദേശം നല്ലൊരു പൊക്കത്തിൽ വരും നല്ലൊരു പ്ലാന്റാണിത്. അപ്പോൾ മണ്ണിൽ വെച്ച സ്ഥലമുള്ളവർക്ക് മണ്ണിൽ നട്ടു പിടിപ്പിക്കുക. അല്ലാത്തവർക്ക് ഇതുപോലെ പോട്ടിൽ വെച്ചിട്ട് നമുക്ക് അതിമനോഹരമായിട്ട് വളർത്താവുന്ന ഒരു പ്ലാന്റാണ്. ഒരുപാട് കെയറിങ്ങോ ഒന്നും വേണ്ട. ലീഫൊക്കെ ഒന്ന് നന്നായി തുടച്ച് കൊടുത്ത് അതിൻ്റെ ഷൈനിങ് നിലനിർത്തിയാൽ മതി. വേപ്പെണ്ണയൊക്കെ എടുത്ത് നമുക്കൊന്ന് തുടച്ചൊക്കെ കൊടുക്കാം. പിന്നെ ഫംഗിസൈഡ് ഒന്ന് അടിച്ചു കൊടുക്കാം. ചിലപ്പോൾ എന്തെങ്കിലും ചീയൽ വരാൻ സാധ്യതയുണ്ട്. അതൊന്ന് ഫംഗിസൈഡ് ഒന്ന് അടക്കി കൊടുത്ത് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നല്ല മനോഹരമായി വളർത്താവുന്ന നല്ലൊരു പ്ലാന്റാണ്. അത് നമ്മളിപ്പോൾ സെയിലിനുണ്ട് നമ്മുടെ കയ്യിൽ. ഇതൊക്കെയാണ് സെയിലിനുള്ള പ്ലാന്റ്. ഇത്രയും മനോഹരമായ നമ്മൾ സയാഗ്ര പാമുണ്ട്. ഇത് 40 രൂപയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.